ഒരുപാട് അല്പന്മാർ മാതൃഭൂമിയുടെ പത്രാധിപ സമിതിയിലുണ്ട്. അവർക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. മാതൃഭൂമിയുടെ 3 വോളിയം ചരിത്രമെങ്കിലും അവർ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുറിപ്പ് സുരേഷ് ബാബു അവസാനിപ്പിക്കുന്നത്. മാതൃഭൂമിയുടെ ചരിത്രം പഠിക്കണം. മാതൃഭൂമിയുടെ ചരിത്രം പഠിക്കേണ്ടത് ഇന്ന് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നവരാണ്. അല്ലാതെ അവർ ജിഹാദികൾക്ക് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കൂലിയെടുത്ത് നടത്തുകയല്ല അവർ ചെയ്യേണ്ടത് എന്ന് സുരേഷ് ബാബു പറയുമ്പോൾ ഇതിന് 3-4 ഇതിന്റെ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമന്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. നൂറുകണക്കിന് പേരാണ് ഇതിനോട് പ്രതികരിച്ചത്. ഞാനൊരു 3-4 വായിക്കാം കേട്ടോ. അതില് സുധി പറയുന്നു, സാർ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത്രയും കാലതാമസം വേണ്ടി വന്നോ പത്രപ്രവർത്തനം എന്ന പേരിൽ മാമാപ്പണി ചെയ്യുന്ന ഈ വൃത്തികെട്ട മഞ്ഞപ്പത്രത്തെ മനസ്സിലാക്കാൻ എന്നാണ് ചോദിക്കുന്നത്. മാമാപ്പണി ചെയ്യുന്ന വൃത്തികെട്ട മഞ്ഞപ്പത്രമാണ് മാതൃഭൂമി എന്നാണ് ഒരു എന്താ പറയാ ഒരു പഴയ വായനക്കാരൻ മാതൃഭൂമിയുടെ പഴയ വായനക്കാരൻ പറയുന്നത് കേട്ടോ. ഇന്നിത് മാതൃഭൂമിയല്ല, വെറും മൂത്രഭൂമി എന്ന് പറയുന്നത്. മാതൃഭൂമിയല്ല, ഇത് വെറും മൂത്രഭൂമിയാണ്. അഭിമാനത്തോടെ പറയട്ടെ, വർഷങ്ങളായി ഞാനും എന്റെ കുടുംബവും ഈ മഞ്ഞപ്പത്രവും ഇവന്റെ കലണ്ടറും ചാനലും അടക്കം പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു എന്ന്